അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 10 മണി പൂ നല്ല വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിറയെ പൂക്കളുണ്ട് ഇതിന്. കണ്ടില്ല, ഇത് നമ്മൾ പിന്നെ റെഡ് കളറുണ്ട്, റോസുമ്മ വൈറ്റ് കളർ വരുന്നുണ്ട്, മഞ്ഞുണ്ട്. അങ്ങനെ ഒരു 4 വീതം പൂവാണ് ഇതിമുള്ളത് കേട്ടോ. കണ്ടില്ല, 10 മണി ഇപ്പോഴും വിരിഞ്ഞിട്ടുള്ളൂ. ഇതിന് നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ ഫുള്ള് നമ്മളിങ്ങനെ ഒരു പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുകളിൽ വേറെ റിങ്ങിന് വേറെ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. 10 മണി ഇത് പല കളറുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ ഒരു റെഡ് കളർ അത് ഇതിൽ വിരിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് വേറൊരു കളറും കൂടി ഇതിൽ വരാനുണ്ട്. പിന്നെ ഇവിടെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. കുക്കുംബർ നമ്മൾ കുറേ വിളവെടുത്തുള്ളത്. ഇങ്ങനെ നിറയെ കുക്കുംബറാണ് കേട്ടത്. ഒന്നൊന്നുമല്ല, ഇതിന് 100 കണക്കിന് കുക്കുംബർ ഇതിന് വിളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ കുക്കുംബർ കാണാൻ വേണ്ടിയില്ല. ഇവിടെ ഒക്കെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ജനങ്ങളിലേക്ക് എത്താൻ എനിക്കൊരു സഹായമാവും. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ കുക്കുംബർ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നും പറിക്കാനുള്ള കാര്യമുണ്ട്. ഇതിവിടെ പിന്നെ ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൽ നിറയെ പൂക്കളാണ്. ഇങ്ങനെ കയറി പോകണുള്ളൂ. കണ്ടില്ലേ, ഞാൻ ഇവിടെ എത്തിയെന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പ് കൂടി കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുക്കുംബർ കണ്ടില്ലേ, ഇവിടെയും കുക്കുംബർ. ഇവിടെ നിറയെ പിന്നെ കായകളുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ഒന്നും കായ്ക്കുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല. വെറുതെ ഞാൻ പരീക്ഷിച്ച് നോക്കാത്തൊരു കൃഷി ചെയ്ത് നോക്കിയാണ്. നല്ല കായകളുണ്ട്. ഇത് കുക്കുംബർ ഇവിടെ നല്ല പടർന്ന് പന്തലിച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് വിത്തിന് നിർത്തിയെന്നല്ലോ ഒരു കുക്കുംബർ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഏകദേശം പിന്നെ 1 കിലോൻ്റെ അടുത്തുണ്ട്. അത് വലിയതാണ്. നമ്മളിങ്ങനെ ക്യാമറയിൽ കാണുന്നതായിരുന്നല്ലോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. കുക്കുംബർ എത്ര വലുപ്പമാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങ ഉണ്ട്. നല്ല പച്ച കളർ വഴുതനങ്ങ. നമ്മുടെ അടുത്ത് നീലയുണ്ട് കേട്ടോ. പക്ഷേ ഈ പച്ച കളറാണ് നല്ല കായ ഉണ്ടാകുന്നത് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ഇവിടെ എല്ലാ കൊമ്പുമ്പലും കായാണ് കേട്ടോ. അത് നിറയെ കായകളുണ്ട്. എല്ലാം പിടിക്കുന്നുണ്ട്. ഇത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ വിത്തെടുത്ത് പിന്നെ പാകം നല്ലത്. നല്ല നമ്മൾ വിചാരിച്ചതിലും കായ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തെച്ചി പിന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. തെച്ചിമേൽ നിറയെ പൂക്കളാണ് ഇവിടെ. ഇത് പിന്നെ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തിട്ടില്ലേ, കട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ പൂവ് തീർന്ന അപ്പം നമ്മളിത് കട്ട് ചെയ്യൽ. ഇനി ചീരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചീര ഏകദേശം വരുന്നവർക്ക് ആര് വന്നാലും ചീര കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ വെറുതെ കൊടുക്കേണ്ട, അല്ലാതെ പൈസക്കൊന്നുമല്ല കൊടുക്കുന്നത്. പിന്നെ വേണ്ടവരൊക്കെ വന്നുകാണ്ട് ചീര എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ചീര എടുത്തു. അപ്പോൾ ഏകദേശം ചീര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിൽ എന്നാലും ഉണ്ട് എടുക്കാൻ. നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല വെയിലാണ്. നല്ല വെയിലുണ്ട്. നമ്മൾ പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ബോഗൺവില്ലേൻ്റെ അത് വലിയൊരു മരമാണിത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബോഗൺവില്ല നല്ല പിന്നെ വലുപ്പമുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ നിറയെ പൂക്കളായിട്ടുണ്ട്. നമ്മൾ ഈ പൂക്കൾ പിന്നെ ആകുന്നതുമല്ല, ഇതൊക്കെ നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുളത്തിലെ പൂക്കൾ കണ്ടില്ലേ, ഇത് നല്ല പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കണ്ടില്ലേ,
നമ്മൾ വിചാരിച്ചാലും കൂടുതൽ പൂക്കൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നിറയെ പൂക്കളാണ് കണ്ടില്ലേ. ഇതിങ്ങനെ പിന്നെ ഇതിൽ ആദ്യമൊക്കെ നമ്മൾ എണ്ണാൻ മാത്രമുള്ള പൂക്കളുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് എണ്ണി വെക്കുക എത്ര ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 അപ്പോൾ ഈ കുളത്തിൽ ഇന്ന് ഒരു പൂവാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഗപ്പീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിലെല്ലാം ഉണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയുന്നു, സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കണ്ടില്ലേ. അതൊക്കെ വലിയ കുഞ്ഞുങ്ങളാണ്. നന്ന ചെറുത് ഇന്ന് പാറ്റ കുട്ടികളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഗപ്പിക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ഇത് പിന്നെ നമ്മളിത് ഒരു കളറാണുള്ളത് കേട്ടോ. പല കളറുകളൊന്നുമില്ല. ഇതിൽ ഒരു 10 20 കളറ് വരുന്നുണ്ടല്ലോ. നമ്മളെത്തി ഒരൊറ്റ സൈസ് കളറേ ഉള്ളൂ. കാണാൻ കുഴപ്പമില്ലാത്ത ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. പിന്നെ അത് ഇതിലുള്ള ഈ ഒരു പൂവ് ഇത് കണ്ടില്ലേ, ഒന്നാണ് കേട്ടോ. ഇതിലിന്ന് 2 പൂവാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മുട്ടകൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ 2 പൂവ് ഇന്ന് ഇതിലുണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ പിന്നെ നല്ല തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിറയെ തൈകൾ ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു തൈ ഉണ്ടാവുകയാണ്. ഇതിമെന്നാണ് ഇത് തൈ ഉണ്ടാകുന്നത്. ഈ ഇലമെന്നത് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇലമെന്നും അതിൻ്റെ ആ തണ്ട് മുറിച്ച ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഇതിൻ്റെ തൈകൾ. നമുക്ക് ധാരാളം തൈകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈകൾ ആവണത് നമ്മളിങ്ങനെ മാറ്റി നടുന്നുണ്ട്. അപ്പോൾ ചിലത് ഉഷാറാവും. എൻ്റെ കുട്ടി പറഞ്ഞത് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അറിഞ്ഞില്ലേ എന്ന മാതിരി. ഇങ്ങനെ ചിലപ്പം ശരിയാവും. ഇത് കണ്ടില്ലേ, നമ്മൾ അസോള പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അസോള പൂവിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതാണ് അസോളൻ്റെ പൂവ് കേട്ടോ. അസോളൻ്റെ പൂവാണിത്. അപ്പോൾ അതും കണ്ടു. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ പുല്ല് വെച്ച് ഇപ്പോൾ നല്ല വെയിലാണത് കേട്ടോ. നല്ല ചൂട്. ഈ ചൂടുകൊണ്ടാണ് നമ്മൾ ഇതിമത്തെ ഈ പൂ ഇങ്ങനെ വിരിയാൻ താമസം എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ഭയങ്കര ചൂടാണിപ്പോൾ. വെയിൽ നല്ല കാടിന്. ഇപ്പോൾ ഒരു 10 10:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് നമ്മൾ പിന്നെ ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ് ഇത്ര ചൂട്. അല്ലെങ്കിലും ചൂട് തന്നെയാണ്. ഇപ്പോൾ ഈ സമയത്ത് രാത്രി തണുപ്പും പകൽ ചൂടുമാണല്ലോ. നമ്മുടെ ഈ ബോഗൺവില്ലൊക്കെ പല കളറും ഉണ്ട് കേട്ടോ. ഒക്കെ ഈ വെയിലിനിങ്ങനെ ചൂടായി നിൽക്കുകയാണ്. ആകെ തളർന്ന് ഇലയൊക്കെ വാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ പറിച്ച് ആ ചട്ടി ഇളക്കിയപ്പോൾ വേര് പൊട്ടിയായിരുന്നില്ലേ. അപ്പോൾ ഇതിങ്ങനെ ശരിയാവുന്നുണ്ട് കേട്ടോ. വലിയ വാട്ടമൊന്നുമില്ല, കുറഞ്ഞൊരു വാട്ടമേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ബക്കറ്റിൽ ഇവിടെ വെള്ളം അവിടെ ആദ്യം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് പറ്റാണ്ട് ഉണങ്ങി പോയാൽ ആ പൂവൊക്കെ പോയാൽ ഇപ്പോൾ ഈ പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബോഗൺവില്ല നാശമായി പറഞ്ഞ ഒരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ആ അമ്പലക്കുളത്തു നിന്ന് നമ്മൾ മാറ്റിയ തൈകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിടിച്ചാണ്. ഇനി നമുക്ക് ഇതിൽ ഈ അസോള പിന്നെ നല്ലതാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഈ അമ്പലമുണ്ടാക്കണ ഈ കുളത്തിൽ ഇതൊക്കെ ഉണ്ടായാൽ അത് നമ്മൾ ഇടയ്ക്ക് അത് എടുത്തിടണം. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആ സ്വാഭാവിക ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ ഇത് നമ്മൾ ഈ പായലോടുകൂടി പിന്നെ പറിച്ചാൽ ചിലപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമ്മളെ ഒപ്പം കയ്യിലാണ് പോരുകയാണിത്. അപ്പോൾ നമ്മളിത് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കണം കേട്ടോ. ഇത് ഒരു പീസ് ഉണ്ടായാൽ മതി. എന്നാൽ പിന്നെ അത് പിന്നെ അങ്ങനെ പടർന്നുണ്ടായിട്ട് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഉണ്ട് പിന്നെ ഈ ബക്കറ്റ് നിറയും കേട്ടോ. ഇത് ഞാനിങ്ങനെ ഒന്നരാടിട്ടത് ഇങ്ങനെ ഇതിൽ നിന്ന് പിന്നെ കളയുകയാണ്. അതുകൊണ്ടാണിത് പിന്നെ
വല്ലാതെ ഇല്ലാത്തത്. ഇതിപ്പോൾ നമ്മൾ 2-3 ദിവസം നമ്മൾ ഇത് എടുക്കാഞ്ഞാൽ പിന്നെ ഇതിലൊന്നും നിറയും കേട്ടോ. രാസവളം നല്ലതാണ്, ഒരു വളമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പിന്നെ ആമ്പലുണ്ടാക്കുന്നുണ്ട് ഇതിലിങ്ങനത്തെ ഇതിലൊക്കെ ഒരു അഭംഗിയാണ്. പിന്നെ അത് നല്ല വളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചട്ടിക്ക് ഇട്ടിടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് അതിങ്ങനെ അതിന് മാറ്റി കൊടുക്കണം. എന്നാലേ നമ്മൾ ഈ ആമ്പൽ ശരിയാവുള്ളൂ. ആമ്പൽ ചെറിയ പിന്നെ ഇലകളായിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നന്നായി വളരണുണ്ടെന്ന്. ഇതിപ്പോൾ ഒരു പുതിയൊരു പൂവ് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ തൂക്ക് ചട്ടിയിൽ പിന്നെ ചെടികളുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ തൂക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നതാണ്. നമ്മുടെ ഈ അഗ്ലോണിമ അതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാനുള്ളതാണ് കേട്ടോ. ഇൻഡോർ അതിൽ പിന്നെ വീടിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഈ വഴുതനങ്ങൻ്റെ തൈയാണ് കേട്ടോ. വഴുതനങ്ങ തൈയിൽ ഈ കോഴിച്ചീര അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഉഷാറായി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ ഇവിടെ. അതുപോലെ തന്നെ ഇത് മുളകിൻ്റെ തൈയാണ്. മുളകിൻ തൈ ഉഷാറാവുന്നുണ്ട്. അത് കുറച്ച് മരട് ഏറിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ. പിന്നെ ഇത് വഴുതനങ്ങയാണ്. അതിൽ കുറച്ച് മുളക് തൈ ഉണ്ട്. നമ്മളടുത്ത് കുരയിൽ പെട്ടതാണ്. എന്നാലും അപ്പോൾ അതിലുള്ള മുളക് നന്നാവുന്നുണ്ട് കേട്ടോ. ഇത് പച്ച വഴുതനങ്ങയും ഇത് നീല വഴുതനങ്ങയാണ് കേട്ടോ. ഇതും നീലയാണ്. അപ്പോൾ നമ്മളടുത്ത് നീല വഴുതനങ്ങ തൈ കൂടുതലുള്ളത്, പച്ച കുറച്ചുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഇടയ്ക്കൊന്ന് മരുന്നടിച്ചു കൊടുക്കണം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഈ ഒരു പൂമ്പാറ്റ മുട്ടയിട്ടതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇത് നിറയെ മുട്ടകൾ തന്നെ കാണുന്നുണ്ടാവും. അങ്ങനത്തത് നമ്മളിത് ശരിക്ക് എന്നും നോക്കണം. ഇതിലൊക്കെ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരാഴ്ച നോക്കിയില്ലെങ്കിൽ ആ ഫുള്ളാണ്ട് പിന്നെ ആ പൂമ്പാറ്റേൻ്റെ ലാർവ വലുതായി അതാണ്ട് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് പിന്നെ അടിയിലുള്ള ആ ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും എന്നും പറയണതാണ്. ഇപ്പോഴും വീണ്ടും ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ. ഒന്ന് കമൻറ്റിലൊന്ന് ചെയ്യുക. അതേമാതിരി തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഞാൻ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്താനായി എനിക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ അതിൻ്റെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ആയിട്ടിലും ഇപ്പോൾ വേണ്ടത് നമുക്ക് ലൈക്കുകളാണ്. ലൈക്ക് വന്നെങ്കിൽ നമ്മൾ ഈ വീഡിയോ പലരിലേക്കും എത്തുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിർത്തിക്കൊണ്ട് പോകണില്ല, ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.